നമസ്കാരം. ഇന്ന് പ്രേക്ഷകരാണ് സംസാരിക്കുന്നത്. സേലിംഗമന്ത്രിയുടെ അവതാരകന് വലിയ റോളില്ല. സേലിംഗമന്ത്രി ആരംഭിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇന്ന് അപമാനമായി മാറിയിരിക്കുന്നു കേരളത്തിന്. ഇവിടെ ഇരിക്കുന്ന മന്ത്രിസഭയ്ക്കോ മന്ത്രിമാർക്കോ അങ്ങനെ വലിയ അപമാനമുണ്ടെന്ന് നമ്മൾ കരുതേണ്ടതില്ല. പക്ഷെ വിദേശത്തിരിക്കുന്നവർ പോലും വളരെയധികം നാണക്കേടുകൾ, കാരണം അവർ ഈ അന്തർദേശീയ സമൂഹത്തിൽ തമിഴ്നാട്ടുകാരുമായും കർണാടകക്കാരുമായും ആന്ധ്രാക്കാരുമായും ഒക്കെ ഇടപഴകി ജീവിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ തെലുങ്ക് ദേശത്ത് നിന്നുള്ളവരാണ് അമേരിക്കയിലൊക്കെ കൂടുതലുള്ളത്. അപ്പോൾ NRIs അല്ലെങ്കിൽ NRKs എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഇന്ത്യയിലെ മാത്രമല്ല വിദേശത്തെ പൗരന്മാരുമായിട്ട് നിരന്തരം ഇടപഴകേണ്ടി വരും. അങ്ങനെ ഇടപഴകേണ്ടി വരുമ്പോൾ ഓരോ വിഷയവും അവരുടെ മുമ്പിൽ ചർച്ചയാവും. അങ്ങനെ കേരളത്തിലെ വിഷയം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി മാലിന്യം തള്ളിയ വിഷയം മറുനാട്ടിലിരിക്കുന്നവർക്കും ഇന്നാട്ടിലിരിക്കുന്നവർക്കും ഒരുപോലെ നാണക്കേടായി. മന്ത്രിസഭയ്ക്കോ മന്ത്രിമാർക്കോ ഇതൊരിക്കലും നാണക്കേടാവില്ല, കാരണം അവരുടെ തൊലിക്കട്ടി അപാരമാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും സാധ്യതയുള്ള ഒരു ഉൽപ്പന്നം കഴിഞ്ഞ 1.5 വർഷമായി നമ്മളിങ്ങനെ വിളിച്ചുകൂവി നടന്നിട്ടും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും ഇന്ന് വരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തപ്പോൾ പ്രേക്ഷകർ തന്നെയാണ് ശക്തമായി പ്രതികരിക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി മറ്റു സംസ്ഥാനങ്ങളുടെ മുമ്പിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സാഹചര്യം സ്റ്റീഫൻ ഗോമസ് എന്ന് പറയുന്ന വളരെ സജീവമായ വിമാക്കിന്റെ ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ വികാരം അദ്ദേഹം പ്രതിഫലിപ്പിക്കുകയാണ്. തിരുനെൽവേലിയിൽ മാലിന്യം തള്ളിയ സംഭവം പണമുണ്ടാക്കി മാറ്റാമായിരുന്ന മാലിന്യം ഒരു IAS ഉദ്യോഗസ്ഥൻ പോയി കെഞ്ചി കേൾക്കുന്നു. ഒന്നാം തരം മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യേണ്ട ഒരു സാധനത്തിന്റെ റോ മെറ്റീരിയൽ രാത്രിക്ക് രാമായണം കൊണ്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം നമ്മുടെ നാട്ടിൽ ഇടുന്നതിന് തുല്യമാണ്. വ്യത്യാസം എന്താണ്? അവിടെ കൊണ്ടിടുന്നതും ഇവിടെ ഇടുന്നതും എല്ലാം ഒരുപോലെയാണ്. രാത്രിക്ക് രാമായണം അവിടെ കൊണ്ട് ഇട്ടുകൊണ്ട് നമ്മൾ ഒന്നാം തരം സാധ്യത നമ്മൾ ഇതുവരെയും കണ്ടില്ല കേട്ടില്ല എന്നുള്ള തരത്തിലാണ് നമ്മുടെ സമീപനം. ഞങ്ങൾക്ക് തള്ളിയ മാലിന്യം തിരികെ തരൂ, ഞങ്ങൾ കൊണ്ടുപോകാം. ഏത് IAS ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ വായിച്ചില്ല, അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം വായിച്ച വാർത്തയിൽ നിന്നാണ് ഞങ്ങൾക്ക് തള്ളിയ മാലിന്യം തിരികെ തരൂ, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരോടോ മന്ത്രിമാരോടോ കേണപേക്ഷിക്കുകയാണ്. ഇത്ര ഗതികെട്ട ഒരവസ്ഥയിൽ കേരളത്തെ കൊണ്ട് എത്തിച്ചതാരാണ്? സ്റ്റീഫന്റെ രോഷം അടങ്ങുന്നില്ല. പച്ചക്കറി നൽകുന്നവർക്ക് മാലിന്യം രഹസ്യമായി തിരികെ കൊടുത്തു, അങ്ങനെയാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പച്ചക്കറി വാങ്ങുന്നത് കിട്ടുന്നത് തമിഴ്നാട്ടിലെ കർഷകരിൽ നിന്നാണ്. അവർക്ക് രഹസ്യമായി തിരികെ കൊടുത്തു നമ്മുടെ മാലിന്യം. വിനാശകാലെ വിപരീത ബുദ്ധി. അദ്ദേഹം ഒരു തീവ്ര ഇടതുപക്ഷ സഹയാത്രികനാണ്. പക്ഷെ സഹിക്കാൻ കഴിയുന്നില്ല ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിനാശകാലെ വിപരീത ബുദ്ധി. സേലിംഗമന്ത്രി തുടങ്ങിയ കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാലിന്യ വിഷയം, മെത്തനോൾ വിഷയം ഒന്നാം തരം പരിഹാരം എന്നുള്ള നിലയ്ക്ക് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, നമ്മുടെ തെരുവിലെ മാലിന്യങ്ങൾ, ആഫ്രിക്കൻ പായൽ തുടങ്ങി ചപ്പു ചവറ എല്ലാം ഉപയോഗിച്ച് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് എത്രയോ നാളുകളായിട്ട് സേലിംഗമന്ത്രി പറയുന്നു എന്നാണ് സ്റ്റീഫൻ ആവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് തന്നെ തിരിച്ചു കിട്ടി. ഈ മാലിന്യം അങ്ങോട്ട് കൊണ്ടിട്ടത് തിരിച്ച് സർക്കാരിന് തന്നെ കിട്ടി. ഇതാണ് സ്റ്റീഫന്റെ വിഷയമെങ്കിൽ വിദേശത്തിരിക്കുന്ന ഡോക്ടർ സജിത്ത്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകം മുഴുവനും ഇരിക്കുന്നവർ എല്ലാ സമൂഹവുമായി ഇടപഴകുന്നവരാണ്. അവർക്ക് കിട്ടുന്ന തിരിച്ചടികൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടും. Trivandrum is so underprepared to become an international transshipment hub.
നമുക്ക് ഈ പറയുന്ന ഇത്രയും വലിയ പ്രൊജക്റ്റുകളൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതിനുള്ള ഒരു സംവിധാനം ഒരുക്കാനൊന്നും നമുക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. അണ്ടർ പ്രിപ്പയർഡ്. സീറോ വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊക്കെ മറ്റ് രാജ്യക്കാരൊക്കെ പറയുന്ന വാക്കുകളെടുത്ത് ഇവിടെ കടം കൊള്ളാമെന്നല്ലാതെ ഇവിടെ ഇരിക്കുന്ന കോർപ്പറേഷൻ മേയർക്കോ കോർപ്പറേഷൻ ഭരണകൂടത്തിനോ മുനിസിപ്പാലിറ്റികൾക്കോ ആർക്കും ഈ വിഷയം പരിഹരിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. നമുക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. നമ്മുടെയൊക്കെ പ്രയോറിറ്റീസ് വേറെ പലതുമല്ലേ. ഇറ്റ്സ് എ ബിഗ് ഷെയിം ടു ഡംപ് അവർ ഗാർബേജ് ഓൺ അവർ നെയ്ബേഴ്സ്. അവർക്ക് കിട്ടിയ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് കിട്ടിയ പ്രതികരണമാണ്. തമിഴ്നാട്ടുകാരായ സുഹൃത്തുക്കൾ വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നൽകിയ പ്രതികരണമാണ് ഡോക്ടർ സജിത്ത് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമ്മളോട് പറയുന്നത്. It's a big shame to dump our garbage on our neighbors. Can't even manage our garbage. How can we handle and manage വിഴിഞ്ഞം പ്രൊജക്റ്റ്? ഇത്രയും വലിയൊരു വമ്പൻ പ്രൊജക്റ്റ്, ഈ നിസാരമായ വേസ്റ്റ് മാനേജ് ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു പദ്ധതി വിജയകരമായി നടപ്പാക്കാൻ കഴിയുക? ഏതെങ്കിലും കപ്പൽ വരിക പോവുക എന്നുള്ളതല്ല, ഇനി ഒരുപാട് വിഷയങ്ങൾ ഗേറ്റ് തുറക്കുന്നതോടുകൂടി ഈ നാട്ടിൽ സംഭവിക്കാൻ പോവുകയാണ്. ആ സമയത്തൊക്കെ ഈ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ സംസ്ഥാന ഭരണകൂടം കേപ്പബിൾ അല്ല, പര്യാപ്തമല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ വിഷയം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന കുറേ റിപ്പോർട്ടുകളും അദ്ദേഹം അയച്ചു തന്നു. കേരള ഷുഡ് അപ്പോളജൈസ് തമിഴ്നാട്. മാപ്പ് ചോദിക്കണം, തമിഴ്നാടിനോട് മാപ്പ് ചോദിക്കണം. വാട്ട് എ ഡിസ്ഗ്രേസ് ഫോർ മലയാളീസ്. ഇത് നാണക്കേടാണ്, ഇത് അപമാനമാണ് മലയാളികൾക്ക്. കേരളത്തിൻ്റെ പ്രായശ്ചിത്തം തമിഴ്നാട്ടിൽ തള്ളിയ മാലിന്യം നീക്കുന്നു. പലരും ചെയ്ത, പല റിപ്പോർട്ടേഴ്സും ചെയ്ത സ്റ്റോറീസും കൂടി അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. അതിന് പുറമെ സെയിലിംഗ് കമന്ററിയിൽ തന്നെ വന്ന 2 പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. അജിത് കുമാർ എഴുതുന്നു, ദിസ് ഈസ് റിഗാർഡിംഗ് മെത്തനോൾ. ഇഫ് വി ക്യാൻ ഡെവലപ്പ് ഇറ്റ് ആസ് ഫ്യൂവൽ ഫോർ കുക്കിംഗ് അറ്റ് ഓൾ ഹോംസ്, വേസ്റ്റ് ഡിസ്പോസൽ ബൈ റോഡ് സൈഡ്, use of plastic bags, transportation of waste, etc. can be avoided. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ശ്രീ അജിത്ത് കുറിച്ചിട്ടു, സെയിലിംഗ് കമന്ററിയുടെ പ്രതികരണത്തിൽ കുറിച്ചിട്ടു. അപ്പോൾ അതിന് മറുപടിയായി സക്കറിയ എന്നായിരിക്കാം, സാക്ക് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് അറിയാമോ? ഫസ്റ്റ് ലെറ്റ് someone in Kerala governance and administration at least publicly say the word. എന്തായിരിക്കും? മെത്തനോൾ. കുറഞ്ഞ പക്ഷം ഈ പ്ലാസ്റ്റിക് വേസ്റ്റും മാലിന്യവും ഒക്കെ എടുത്ത് കുക്കിംഗ് ഗ്യാസ് ഉണ്ടാക്കുക തുടങ്ങിയ പരിപാടികളിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് പൊതുവേദിയിൽ മെത്തനോൾ എന്ന് പറയുന്ന ഒരു വാക്ക് ഭരണകൂടമോ മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ഒന്ന് ഉച്ചരിച്ചിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും അവർ ചെയ്തെങ്കിൽ നമുക്ക് അത്രയെങ്കിലും ആശ്വസിക്കാമായിരുന്നു. ഒരൊറ്റ ആൾ പോലും വാ തുറന്നിട്ടില്ല. ഒന്നാം തരം ഒരു അസംസ്കൃത വസ്തു, ആവശ്യക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. കപ്പലുകൾ, നമ്മുടെ ഇവിടുത്തെ തന്നെ വാഹനങ്ങൾ, ബഹുരാഷ്ട്ര കമ്പനികൾ, കമാന്നൊരക്ഷരം കേരള ഭരണകൂടത്തിൻ്റെ വായിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ദയവേത് സെയിലിംഗ് കമന്ററിയെ കൊല്ലാൻ നടക്കുന്ന കുറേ സർക്കാർ ഗുളികകളുണ്ട്, ക്യാപ്സ്യൂളുകളുണ്ട്. ദയവേത് ക്യാപ്സ്യൂളുകൾ, ഇതിനൊരു ക്യാപ്സ്യൂൾ മറുപടി നൽകിയാൽ കൊള്ളാം. ഒന്നാം തരം മാലിന്യം ഒന്നാം തരമായി സംസ്കരിച്ച് മെത്തനോൾ പോലുള്ള ഒരു ഇന്ധനം ഉണ്ടാക്കി ആഭ്യന്തര ഉപയോഗത്തിനും NTPC എടുക്കും. വേറെ ആർക്കും നിങ്ങൾ കൊടുക്കണ്ട. കായംകുളം NTPC എടുക്കും, അവർക്ക് വേണം മെത്തനോൾ, അവർക്ക് വേണം, നിങ്ങൾ അവർക്ക് കൊടുക്കുക. അതുപോലും ചെയ്യാത്ത ഒരു ഭരണകൂടത്തിനെ ഇപ്പോഴും പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുളികന്മാർ, ദയവേത് ഇക്കാര്യത്തിൽ നിങ്ങളുടെ ക്യാപ്സ്യൂൾ നിറക്കിയാൽ കൊള്ളാം.